ഹായ് ഹലോ, നമുക്ക് എങ്ങനെ ഒരു ഗാലറി ക്രിയേറ്റ് ചെയ്യാൻ നോക്കാം ജാങ്കോ ഉപയോഗിച്ചിട്ട്. അപ്പോൾ അതിനായിട്ട് നിങ്ങൾ ഗൂഗിളിൽ കയറാം. ബൂട്ട്സ്ട്രാപ്പിൻ്റെ ലിങ്ക് ചെയ്യാം നമുക്ക് ബൂട്ട്സ്ട്രാപ്പായിട്ട്. ബൂട്ട്സ്ട്രാപ്പ് ഒന്ന് അടിച്ചു കൊടുത്താൽ മതി. ബട്ടണൊന്നും വേണ്ട, ബൂട്ട്സ്ട്രാപ്പ് മാത്രം മതി. CDN ഒക്കെ എടുക്കാനാണ്. ഗെറ്റ് ബൂട്ട്സ്ട്രാപ്പ് ക്വിക്ക് സ്റ്റാർട്ട് ഇല്ല, ഇതിലെടുക്കുക. എന്നിട്ട് ഇവിടെ എല്ലാ കോഡുകളൊക്കെ ലിങ്ക് ചെയ്തതല്ല, അതുകൊണ്ട് പിന്നെ സ്ക്രിപ്റ്റിൻ്റെ ഉണ്ട്, CSS ഇതെടുക്കുക, CDN. എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യാം. അവിടെ ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യാം. ന്യൂ കൊടുത്തു. നമ്മൾ ഗാലറി നോക്കാം. നമ്മളെ വിഷ്വൽ സ്റ്റുഡിയോ എടുക്കാം. ടെർമിനൽ ഓപ്പൺ ചെയ്യാം. ന്യൂ ടെർമിനൽ കൊടുത്തു നമ്മൾ. എന്നിട്ട് നമുക്കിപ്പോൾ ആപ്പ് ക്രിയേറ്റ് ചെയ്യാം. ആദ്യം പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്യാം. പ്രൊജക്റ്റ് നെയിം കൊടുത്തിട്ട് നമ്മൾ പ്രൊജക്റ്റ് ക്രിയേറ്റ് ആയി. നമ്മൾ പ്രൊജക്റ്റിൻ്റെ ഉള്ളിലേക്ക് പോവാം. നമുക്ക് ആപ്പ് ക്രിയേറ്റ് ചെയ്യാം. സ്റ്റാർട്ട് ആപ്പ് manager.py. ആപ്പ് ക്രിയേറ്റ് ചെയ്തു. നമ്മൾ URLസിൽ സെറ്റ് ആക്കി കൊടുക്കുക. ഓക്കെ, കൈ വീഡിയോയിലുണ്ട്, ജസ്റ്റ് പോയി നോക്കി നോക്കുക എങ്ങനെ ചെയ്യാന്നുള്ള. ഞാൻ പെട്ടെന്ന് ചെയ്തു പോവാണ്. ഇൻക്ലൂഡ് ആപ്പിൻ്റെ നെയിം എന്തായിരുന്നു? ഗാലറി ആപ്പ്. കൊടുത്തു .URLs. ഓക്കെ, ഇവിടെ അത് ക്രിയേറ്റ് ചെയ്തു. നമുക്ക് ഇവിടെ ഒരു URLs ക്രിയേറ്റ് ചെയ്യണം. .py. ഓക്കെ, നമുക്ക് ഇതൊന്ന് URLs കോപ്പി ചെയ്യാം. ഇല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ചെയ്യാം. ഞാൻ ഇവിടെ ഒരു നിങ്ങൾക്ക് ഇങ്ങനെ കൊടുത്താൽ മാത്രമേ നമുക്ക് ഇമേജസ് വരുള്ളൂ. ഒന്നുമില്ല, ജസ്റ്റ് ഒന്ന് പോസ് ചെയ്ത് നോക്കി നോക്കുക നിങ്ങൾ. ഞാൻ ഫുള്ളായിട്ട് കളഞ്ഞു. ഇപ്പോൾ ഇവിടെ ഗാലറി ആപ്പ് എന്നാണ് കൊടുത്തത്. പ്ലേ നമ്മൾ ആപ്പിൻ്റെ പേര് കൊടുക്കുക, അത്രത്തുള്ളൂ, വേറെ കാര്യങ്ങളൊക്കെ. നമ്മൾ URLs കയറാം. നമ്മൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. കൈ വീഡിയോ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, അതെടുക്കുക. ഓക്കെ, ഇത് നമുക്കിവിടെ URLs ഇതിൻ്റെ ആവശ്യമില്ലല്ലോ. ഇതൊന്നും വേണ്ട, സെറ്റിങ്സ് വേണ്ട, പാത്ത് മാത്രം മതി. പാത്ത് വ്യൂസിൽ ഡോട്ട് ഇൻഡെക്സ് എന്ന് പേര് കൊടുക്കാൻ മതി. കോമ നെയിം എന്നുള്ളതിന് നെയിം കൊടുക്കാം. ഇൻഡെക്സ് കൊടുത്തു. ഇമ്പോർട്ട് വ്യൂസും കൂടി കൊടുക്കണം. Django ഫ്രം
എവിടെ നിന്ന്? ഗാലറി ആപ്പിൽ നിന്നാണ്. ആപ്പിലാണ് വ്യൂസ് എടുക്കുന്നത് അല്ലേ? ഇമ്പോർട്ട് വ്യൂസ് റെഡി. ഓക്കെ, വ്യൂസ് നമ്മൾ ഇമ്പോർട്ട് ചെയ്തു. ഓക്കെ, ഇവിടെ വരെ നമ്മൾ ചെയ്ത് കഴിഞ്ഞു. ഇപ്പോൾ ഇതിൻ്റെ നമുക്ക് ഇതിന് ഇൻഡെക്സ് ഫയൽ ക്രിയേറ്റ് ചെയ്യണം. ടെംപ്ലേറ്റ്സ് എന്നുള്ളൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യാം. ടെംപ്ലേറ്റ്സ് ക്രിയേറ്റ് ചെയ്തു. ഇനി index.html കൊടുക്കാം. ആ index.html വന്നത് അവിടെ നിന്ന് നോക്കി കഴിഞ്ഞാൽ നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട് ഇൻഡെക്സ്. ഓക്കെ, ഇവിടെ നമ്മൾ കൊടുത്തിട്ടില്ല. നമ്മൾ അത് വ്യൂസിൽ സെറ്റ് ചെയ്യാനുള്ള കാര്യമാണ് index.html എന്നുള്ളത്. ഈ ഒരു ബൂട്ട്സ്ട്രാപ്പിൻ്റെ അവിടേക്ക് കൊടുക്കാം. നമ്മൾ വ്യൂസിൽ കയറാം. ആ ഒരു ഫയൽ അവിടെ കാണിക്കണം. ഡിഫൈൻ ഇൻഡെക്സ് എന്ന് വന്നു കഴിഞ്ഞാൽ റിക്വസ്റ്റ് റിട്ടേൺ റെൻഡർ ഇവിടെയാണ് നമ്മൾ ഇൻഡെക്സിൻ്റെ പേര് കൊടുക്കുക. ഇൻഡെക്സ്. അപ്പോൾ ഇവിടെ പോയ വഴി മനസ്സിലാക്കാം. അത് നമ്മൾ വ്യൂസിൽ ഇങ്ങനെ ഒരു index.html ഡിഫൈൻ ചെയ്ത് കൊടുത്തു. അതിന് URLs കൊണ്ടു. URLസിൽ ഇൻഡെക്സ് എന്നുള്ള പേര് വന്നു. ഇവിടെ നോക്കി കഴിഞ്ഞാൽ ഈ ഒരു ഇൻഡെക്സ്, പിന്നെ അതിൻ്റെ നെയിം കൊടുത്തു. വ്യൂസിൽ ഇൻഡെക്സ് നെയിം കൊടുത്തു. പിന്നെ ഈ ഒരു മെയിൻ URLസിൽ നമ്മൾ ഈ ഒരു സംഭവം ഇൻക്ലൂഡ് ചെയ്ത് കൊടുത്തു. അത്രേ ഉള്ളൂ. നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം. Template does not exist. ഓക്കെ, നമ്മൾ ചെയ്യാനുള്ള കാര്യം സെറ്റിങ്സ് പോവാം. സെറ്റിങ്സിൽ ഇവിടെ നമ്മൾ രജിസ്റ്റർ ചെയ്തിട്ടില്ല. രജിസ്റ്റർ ചെയ്തു. ഇതിനുള്ളത് ടെംപ്ലേറ്റ്സ് എന്നുള്ളതുണ്ടാവും DIRCൽ. ഓക്കെ, ഒന്ന് റൺ ചെയ്ത് നോക്കാം. ഓക്കെ, ഹലോ വീണ്ടും വന്നു. നമ്മൾ ടെംപ്ലേറ്റ്സ് ഇവിടെ ലോഡ് ചെയ്തു. നമുക്ക് ചെയ്യാനുള്ളത് ഇനി നമുക്ക് ഗാലറീൻ്റെ കാര്യങ്ങൾ സെറ്റ് ആക്കണം. ഇനി മോഡൽസ് ഉണ്ടാവും. അതിനുള്ള ടേബിൾ നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. പിന്നെ ക്ലാസ് കൊടുക്കും. ഇമേജസ് എന്നുള്ള ഒരു ഇതാണ് ക്രിയേറ്റ് ടേബിൾ നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നു. മോഡൽസ് ഡോട്ട് മോഡൽ. ഇമേജ് ഉണ്ട്. അപ്പോൾ മോഡൽസ് ഡോട്ട് ഇമേജ് ഫീൽഡ് കൊടുക്കാം. ഇത്രയൊന്നും നമുക്ക് വേണ്ട. നമുക്ക് ജസ്റ്റ് ഒരു ഒന്നും കൊടുക്കണ്ട. ഓക്കെ, നമുക്കൊരു ടെസ്റ്റ് കൂടി കൊടുക്കാം. ടൈറ്റിൽ കൊടുക്കണം, ഡിസ്ക്രിപ്ഷൻ കൊടുക്കാം, നെയിം കൊടുക്കാം. ഡോട്ട് ക്യാരക്ടർ ഫീൽഡ് മാക്സിമം ലെങ്ത് കൊടുക്കാം. മാക്സിമം 200. ഓക്കെ, അത്ര ഇവിടെ നോക്കി കഴിഞ്ഞപ്പോൾ ചെറിയൊരു ഇഷ്യൂ ഉണ്ട്. ഇതെടുത്ത് റിമൂവ് ചെയ്തു. ഓക്കെ, ഈ ഒരു ഇമേജസ് എന്നുള്ളതിന് ഇമേജസ് നമ്മൾ കാണുന്ന ആ ഇവിടുത്തെ തന്നെയാണ്. രജിസ്റ്റർ ചെയ്യണം. രജിസ്റ്റർ അടിയിലാണ് നമ്മൾ രജിസ്റ്റർ ചെയ്യാം. ഇതിനപ്പോൾ ഇമ്പോർട്ട് ചെയ്യണം. ഇമ്പോർട്ട് സൈറ്റ് ഇമ്പോർട്ട് രജിസ്റ്റർ ചെയ്തു. നമ്മൾ ഇമ്പോർട്ട് ചെയ്തിട്ടില്ല.
ഇത് നമ്മൾ മൈഗ്രേറ്റ് ചെയ്യണം. മേക്ക് മൈഗ്രേഷൻ എന്ന് പറഞ്ഞ കമാൻഡ് കൊടുക്കണം. മേക്ക് അതിന് മുമ്പ് സൂപ്പർ യൂസർ ക്രിയേറ്റ് ചെയ്യണം. ഇമേജസ് എന്ന് പറഞ്ഞൊരു മോഡൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ മൈഗ്രേറ്റ് ചെയ്യും. മൈഗ്രേറ്റ് ചെയ്തു. ഓക്കെ, ഇനി സൂപ്പർ യൂസർ ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, അഡ്മിൻ നോട്ട് ടു യൂസർ നെയിം പാസ്വേഡ് കൊടുത്തില്ല. പാസ്വേഡ് 1 2 3 4 5 കൊടുത്തു. 1 2 3 4 5 നമുക്ക് റൺ ചെയ്യാം. അഡ്മിൻ കൊടുത്തു. ഇവിടെ ഇമേജസ് എന്ന് പറഞ്ഞൊരു ക്രിയേറ്റ് ആയി. നമുക്ക് ഇമേജസ് അപ്ലോഡ് ചെയ്ത് കൊടുക്കാം. ചോയ്സ് ഫയൽ. അപ്പോൾ ഈ ഒരു ഇമേജ് കൊടുത്തു. പിന്നെ ഇവിടെ MB കൊടുത്തു. നെറ്റ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു ഫയൽ കാണാം. ഈ ഒരു ഇമേജ് കൊണ്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. Dummy 2. അപ്പോൾ രണ്ട് ഇമേജസ് നമ്മൾ ക്രിയേറ്റ് ചെയ്തു. ഇത് നമ്മൾ ഫ്രണ്ട് പേജിൽ, അതായത് ഫ്രണ്ട് എൻഡിൽ നമ്മൾ കോൾ ചെയ്യണം. അങ്ങനെ നോക്കാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഗാലറി ക്രിയേറ്റ് ചെയ്യാം. ഇവിടെ നമുക്ക് ഇതിലുണ്ടാവും ഇമേജസ്. എൻ്റെ പേര് ബൂസ്റ്റർ. ഗ്രിഡ് എന്ന് കൊടുത്താൽ മതി. ഗ്രിഡ് ഗാലറി നോക്കാം. ഈ ഒരു രീതിയിൽ നമുക്ക് എടുക്കാം. ഇൻഡെക്സ് പോവാം. ഇൻഡെക്സിൽ ഇവിടെ കഴിഞ്ഞാൽ ഹലോ വേൾഡ് ഉണ്ട്. ഇവിടെ നിങ്ങൾക്ക് എടുക്കാം. നമ്മൾ ഇവിടെ നിന്നാണ് ഇത് ക്രിയേറ്റ് ചെയ്യാൻ. ഞാൻ കമൻറ്റ് ചെയ്തു. ഓക്കെ, ഇപ്പോൾ ഡാറ്റാബേസിൽ നിന്ന് വേണം സാധനം എടുക്കാം. അതെങ്ങനെയാണെന്നാണ് ഇത് നോക്കും. നമ്മൾ ഡാറ്റാബേസിൽ അപ്ലോഡ് ചെയ്യാൻ പഠിച്ചു എങ്ങനെ ആ സാധനം ഇവിടെ എടുക്കണം. ഇപ്പോൾ റോ ഇവിടെ നിന്നാണ് നമ്മൾ ഇത് തുടങ്ങുന്നത്. കോളം MD4. അപ്പോൾ ഇത് സെയിം സാധനമാണ്. അപ്പോൾ നമ്മൾ എന്താണ് ലൂപ്പാണ് ഇടാൻ പോകുന്നത്. ലൂപ്പ് ഇട്ട് കഴിഞ്ഞാൽ ഈ നമ്മളിവിടെ കൊടുക്കുന്ന ഫീൽഡ് മാത്രമേ മാറൂ. ഇവിടെ ഇമേജസിൻ്റെ മാറ്റണം. അതേപോലെ ഈ ഒരു പാരഗ്രാഫ് മാറ്റും. ഇത്രത്തിൻ്റെ നമ്മൾ ചെയ്യും. അതിനായിട്ട് നമ്മൾ പറ്റുന്നത് നമ്മൾ ലൂപ്പാണ്. പിന്നെ ഇതിൽ വരുന്നത് ഇവിടെ ഉണ്ടാവും. നമ്മളത് വ്യൂസിൽ ആ സാധനം ഫെച്ച് ചെയ്തെടുക്കണം. അപ്പം ഞാൻ എഴുതി എന്തിലാണോ അതുള്ളത് അത് ഗാലറി. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ മോഡൽസ് പോയി കഴിഞ്ഞാൽ ഇമേജസ് വ്യൂസിൽ ഡോട്ട് ഒബ്ജക്ട്സ് ഡോട്ട് ആൾ. ഓക്കെ, ഒക്കെ നമ്മൾ എടുത്തു. അപ്പോൾ അത് ഇമ്പോർട്ട് ചെയ്തിട്ടില്ല നമ്മൾ ഇമേജസ് എന്നാണ്. ഫ്രം എവിടെ നിന്ന് നമുക്ക് മോഡൽസ് ഫ്രം ഇമ്പോർട്ട് ഇമേജസ് നമ്മൾ ഇമ്പോർട്ട് ചെയ്തു. ഇതിനെ നമ്മൾ ഡിക്ഷണറി ആയി പാസ് ചെയ്യണം. ഓക്കെ, ഇവിടെ വരുന്നു. ഇവിടെ ലൂപ്പ് ഇടും.
ഇൻറ്റു 4 അറ്റത്ത് കൊടുക്കാം. ഓക്കെ, ഫോർ ഐ ഇൻ ഓക്കെ. അതായത് നമ്മളിപ്പോൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്, നമ്മളിപ്പോൾ ഡിക്ഷണറി ആയി പാസ് ചെയ്തില്ല, സംഭവം ഇവിടേക്ക് എടുക്കുക. ഇവിടെ എന്ത് ചെയ്താട്ടോ, ഇത് ഇതിലുണ്ടെന്ന ഐൻ, ഇവിടെ ഇപ്പോൾ ഐ കൊടുത്തു, ഐൻ ഇതിലുണ്ട്, ഇത് ഇതിലാണ്, അതൊന്ന് കൊടുക്കുന്ന അവിടെ നമുക്ക് ഇതിൻ്റെ നെയിം അവിടെ പ്രിന്റ് ചെയ്യിക്കാൻ പറ്റും. നോക്കാം. ഡോട്ട് നമ്മളിപ്പോൾ ഇവിടെ ഉണ്ടാവും, മോഡൽസ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ട് നെയിം എടുക്കാം. ഒന്ന് റൺ ചെയ്ത് നോക്കാം. നമ്മളിതിൽ ഇമ്പോർട്ട് ചെയ്തതിൽ ചെറിയ ഇഷ്യൂ ഉണ്ട്. ഫ്രം ഡോട്ട് മോഡൽസിൽ ഇമ്പോർട്ട് ഇമേജസ് എന്നുള്ളതിനെ നമ്മൾ ഇമ്പോർട്ട് ചെയ്യണം. എന്നിട്ട് നമ്മൾ ഇവിടെ ഡിക്ഷണറി ആയിട്ട് പാസ് ചെയ്തു, അത് നമ്മൾ വ്യൂസിൽ വന്നു, ഇൻഡെക്സ് പേജിലേക്ക് വന്നു, നമ്മളിവിടെ അതിൻ്റെ നെയിം കൊടുത്തിട്ടുണ്ട്. ആ നെയിം ഇവിടെ വരുന്നുണ്ടോ നോക്കാം. ഇവിടെ ഇതുണ്ട്, ഡമ്മി എന്ന് വന്നു, ഇവിടെ അതിൻ്റെ ഇത് വന്നു, ഡമ്മി 2 എന്ന് വരുന്നു. അപ്പോൾ നമുക്ക് അത് വരുന്നുണ്ട്. ഈ ഇമേജ് കൂടി വന്നാൽ മതി. അതിനായിട്ട് നമ്മൾ എടുക്കാം, ഡോട്ട് ഇമേജ് തന്നെ നമ്മൾ ഇവിടെ കൊടുത്തത് മോഡൽസിൽ ഇമേജ്. ഇമേജ് ഡോട്ട് UR. ഇനി നമുക്ക് അവിടെ പോയി നോക്കി നോക്കിയാൽ അത് വന്നു എന്നറിയാം. കേട്ടോ, 2 ഇമേജസ് നമുക്ക് ഇവിടെ വന്നു. ഇങ്ങനെ സ്റ്റൈൽ ചെയ്തെടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടം പോലെ ഇത് ഈ സംഭവത്തിന് സ്റ്റൈൽ ചെയ്യാം. ഇത് എത്ര വട്ടം കൊടുക്കുന്ന വെച്ചാൽ അതിനനുസരിച്ച് ലൂപ്പായിട്ട് ഇതോടെ വരും. വെയിറ്റ്, ഇതിപ്പോൾ ഇനി ഒന്നും കൂടി കൊടുത്തെങ്കിൽ നോക്കി നോക്കാം. നമുക്ക് ആഡ് ഇമേജസ് കൊടുത്തു, ഇമേജസ് അടുത്ത് കൊടുക്കാം നമുക്ക്. ഈ ഒരു ഇമേജ് കൊടുത്തു, ഡമ്മി 3. അടുത്ത ഇമേജസ് വന്നു. അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടത്ര ഇമേജസ് വരും. കറക്റ്റ് ഇതിൻ്റെ ഈ ഒരു ബൂട്ട്സ്ട്രാപ്പ് എഴുതിയത് കറക്റ്റായിട്ട് കൊടുത്താൽ മതി. ലൂപ്പിൽ കൊടുക്കുക, ലൂപ്പ് കൊടുത്താൽ ഫുള്ളായിട്ട് വരും. അതിലിപ്പോൾ നോക്കാനുള്ള കാര്യം എന്താ വെച്ചാൽ, നമ്മൾ ഈ ഒരു വ്യൂസിൽ നമ്മൾ എല്ലാത്തിനും ഫെച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഡാറ്റാബേസിൽ നിന്ന്. ഈ ഇവിടെയാണ് ഫെച്ച് ചെയ്തെടുത്തത്. പിന്നെ ഒരു ഡിക്ഷണറി ആയിട്ട് പാസ് ചെയ്തു, പിന്നെ ഇൻഡെക്സിൽ വന്നു, ഇവിടെ ലൂപ്പ് ഇട്ട് കൊടുത്തു. അപ്പോൾ സംഭവം നമുക്ക് കിട്ടി. പിന്നെ മോഡൽസിൽ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യും, ഇവിടെ വേണമെങ്കിൽ എന്തും ക്രിയേറ്റ് ചെയ്യണം. ഇപ്പോൾ ഇതിന് എന്താണ് ടൈറ്റിൽ ക്രിയേറ്റ് ചെയ്യാം, ടൈറ്റിൽ നിന്ന് കൊടുക്കുക, എന്നിട്ട് ക്രിയേറ്റ് ചെയ്യുക, എന്നിട്ട് അവിടെ കൊടുക്കുക. അത്രത്തിൻ്റെ ഉള്ളൂ ഇങ്ങനെ. അപ്പോൾ ഇത് കുറച്ചും കൂടി വൃത്തിക്ക് ചെയ്യാം കേട്ടോ. ഇത് ജസ്റ്റ് ഒന്ന് കാണിച്ചു തന്നുള്ളൂ. ഓക്കെ ബൈ. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക.